അല്ല രാധമ്മേ, വേണമെങ്കിലേ ആരെയെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് എന്താ നിർത്തിക്കളഞ്ഞ്? അത് മോളെ, ചിലപ്പോ വേണുവേട്ടൻ ഇങ്ങനെയാ, പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും. ആ അംബിക മാഡത്തിനും ദീപകിനെ കുറിച്ച് പറയുമ്പോഴേ വേണുവേട്ടന് കലി കയറും. ആ ദേഷ്യത്തിന് ആരുടെ പേരെങ്ങും പറഞ്ഞു പോയതാ. ഞാനേ നിങ്ങൾക്ക് കുടിക്കാൻ ചായ എടുക്കാം, ക്ഷീണിച്ചു വന്നതല്ലേ. വാടി രാധമ്മേ. ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സമാധാനമുള്ളൊരു ജീവിതമായിരുന്നു എന്റേത്. ഇതിപ്പോ ഒരു ഞാണമ്മേ കളിയായല്ലോ ഈശ്വര. അതെന്താ രാജു അങ്ങനെ പറഞ്ഞത്? രാജു പറയുന്ന കേട്ടാ തോന്നൂലോ ഞാൻ രാജുവിന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം രാജുവിന് ദുരിതമാണെന്ന്. അതിലെന്താ ഇത്ര സംശയം? എന്താ പറഞ്ഞേ? എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഇനി വെറുതെ ആദ്യം പിടിച്ചു തൂങ്ങല്ലേ. രാജുവിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാജുവിന്റെ മട്ടും ഭാവം കണ്ടാ തോന്നും രാജു മാത്രമാണ് കഷ്ടപ്പെടുന്നതെന്നും ബുദ്ധിമുട്ടുന്നതെന്നും. ദിവ്യയുടെ കാര്യത്തിലേ രാജു മാത്രല്ല, ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. എനിക്കും ആ കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് കുഞ്ഞിനെയും വഴിയിൽ ഉപേക്ഷിച്ച് ദിവ്യ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചിരുന്നെങ്കിലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ രണ്ടുപേരെ ആയിരിക്കും. ദിവ്യയുടെ അമ്മയെ കരുവാക്കി ദീപക് അങ്ങനെ ഒരു കളി കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവിടെ എനിക്ക് തെറ്റുപറ്റിയത്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം തുടക്കത്തിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്നതായിരുന്നല്ലോ. അന്ന് ഞാൻ ആക്സിഡന്റ് ആയി കിടക്കാണെന്ന് പോലും നോക്കാതെ ആ DNA പേപ്പർ മാഡം എടുത്തങ്ങ് മാറ്റി. അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ ദിവ്യയുടെ കുഞ്ഞ് ദീപകിന്റെ ആണെന്ന് തെളിഞ്ഞാനെ. രാജു, അതെനിക്ക് പറ്റി വലിയൊരു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും അത് പറഞ്ഞു എന്നെ വിഷമിപ്പിക്കുന്നത് വളരെ മോശം. അല്ലെങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാവുന്നത് ഇങ്ങനൊക്കെ തന്നെയാ. വെറുതെ കഴിഞ്ഞ കാര്യങ്ങള് ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കൊള്ളാലോ. അപ്പോ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് മാഡം അങ്ങ് തീരുമാനിച്ചോ? സോറി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പെട്ടെന്ന് സംസാരിച്ചു വന്ന ഒരു ഫ്ലോയില് ഞാൻ അറിയാതെ പറഞ്ഞതാ. രാജു ഇനി അത് പറഞ്ഞ് വലുതാക്കി ഒരു ഇഷ്യൂ ആക്കണ്ട. യോ, ഞാൻ ഒരു ഇഷ്യൂ ആക്കുന്നില്ലേ. അല്ലെങ്കിൽ ഋതിക മാഡം പറയുന്നതും ചെയ്യുന്നതാണല്ലോ ശരി. എന്ത് തെറ്റ് ചെയ്താലും പിന്നെ ഇംഗ്ലീഷിലെ സോറി എന്നൊരു 4 അക്ഷരം പറഞ്ഞ പിന്നെ അനുഭവിക്കുന്നവര് വാ തുറക്കാൻ പാടില്ലല്ലോ. അതാണല്ലോ മാനേഴ്സ്. രാജു എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. ഇതിലും നല്ലത് രാജു സംസാരിക്കാതിരിക്കുന്നത്. ആ ശരി, ഞാൻ സംസാരിക്കുന്നില്ല. സംസാരിക്കണ്ട. ആ എനിക്ക് ഉറങ്ങണം. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ ഉറങ്ങണ്ടെന്ന്. അതല്ല, രാജു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ. ഓ അതങ്ങനെ ഈ സ്വഭാവം ഉണ്ടോ വർമ്മ സാറ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന? എന്താ പറഞ്ഞ? ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ രാജു. രാജു എന്നെ വിഷമിപ്പിക്കണമെന്ന് മനപ്പൂർവ്വം തീരുമാനിച്ചിരിക്കല്ലേ? എനിക്കിവിടെ ആരെയും വിഷമിപ്പിക്കൊന്നും വേണ്ട. ഇവിടെ എന്റെ വിഷമം ആരോട് പറയാൻ ആലോചിച്ചോണ്ടിരിക്കാൻ ഞാൻ. അപ്പോഴും
ഉണ്ടായിരുന്നുള്ളൂ രാജു. രാജു രാജു ഒരു വലിയ പ്രശ്നമുണ്ട്. മേഡം പേടിക്കണ്ട. മാഡം പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം. വേഗം വാ രാജു, എനിക്ക് പേടിയാവുന്നു. രാജു, ചായ. ആ, അവിടെ എങ്ങനെ വെച്ചേക്ക്. ഞാൻ ആവശ്യമുള്ളപ്പോൾ കുടിച്ചോളാം. അപ്പോഴേക്കും ചായ തണുത്തു പോവില്ലേ? സാരമില്ല, എനിക്ക് തണുത്ത ചായ ഇഷ്ടം. ഞാൻ ചായ കൊണ്ടുവന്നതുകൊണ്ടാണോ ഇത്ര ദേഷ്യം? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. എനിക്ക് ചായ ആവശ്യമുള്ളപ്പോ ഞാൻ അമ്മയോട് ചോദിക്കും. അതാ എന്റെ ശീലം. കഷ്ടമുണ്ട് കേട്ടോ രാജു. ഞാൻ രാജുവിന് വേണ്ടി ഉണ്ടാക്കിയ ചായ. ഞാൻ മാഡത്തിനോട് ചായ ചോദിച്ചോ? ഇല്ലല്ലോ. മാഡം ഉണ്ടാക്കിയ ചായ ആണെങ്കിൽ മാഡം കുടിച്ചോ. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എനിക്കിപ്പോ ചായ വേണ്ട, അത്ര തന്നെ. എടാ, മോള് സ്നേഹത്തോടൊരു ചായ കൊണ്ടുവരുമ്പോഴേ അത് നിഷേധിക്കുന്നത് അത്ര വലിയ ആണത്തരമൊന്നും അല്ല. ഞാനേ നിന്റെ അച്ഛന് ദിവസം രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ. എന്നിട്ട് ഇത്രയും നാളിന്റെ ഇടയിൽ ഒരു ദിവസം പോലും അത് കുടിക്കാതിരിക്കുകയോ എന്നോട് ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. നീയാര്, രാജാവോ? എടാ, വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടികളെ മനസ്സ് വിഷമിപ്പിച്ച ഒരു കാലത്തും ഗതി പിടിക്കില്ലേ? എടാ, നിന്നോടാ പറഞ്ഞത്, ചായ വാങ്ങിച്ചു കുടിക്കടാ. എന്താ രാവിലെ ഒരു ബഹളം? ഋതിക മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ചായ കൊണ്ട് കൊടുത്തപ്പോ അവന് ചായ വേണ്ട പോലും. രാവിലെ ഒരു ചായയുടെ പേരില് ഇനി ഒരു യുദ്ധം വേണ്ട. ഇങ്ങ് തന്നേക്ക്, ഞാൻ കുടിച്ചോളാം. വേണ്ട, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടിക്കണ്ട. വേടാ, ചായ ഞാൻ കുടിച്ചോളൂ. ഹായ്, നല്ല ചായ. നല്ല ചായ കുടിക്കാനും ഒരു യോഗം വേണോടാ. ഓ, നിനക്കതില്ല. ചായ ഇനിയുണ്ട്, ഞാൻ രാജു വേറെ കൊണ്ട്. കണ്ടോടാ മോളുടെ സ്നേഹം. നീ ദേഷ്യപ്പെട്ടിട്ടും അവൾക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല. അതാണ് സ്നേഹം. മോനെ, നീ ഋതികമോളെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അത്രയ്ക്ക് തങ്ക ഋതികമോള്. അതൊക്കെ എനിക്ക് അറിയാമേ. വാങ്ങിക്കടാ. ഇത്രയുള്ള ഒരു പിണക്കം. ശേഖരൻ സാറാണല്ലോ. ആ സാർ. ആ, ശരി സാർ. എന്താണ്, എന്തിനാ ശേഖർ സാർ വിളിച്ചേ? വർമ്മ സാറ് അത്യാവശ്യമായി ഡൽഹിക്ക് പോയെന്ന്. അവിടെ ഹൈക്കമാൻഡിന്റെ മീറ്റിംഗ് ഉണ്ടെന്ന്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മാഡം. മരവിച്ച അവസ്ഥ എനിക്ക്. എന്താ വേണോട്ടാ?
എന്തോ വേണുവേട്ടൻ എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്തിനാ വേണുവേട്ടൻ ഇങ്ങനെ വളച്ചു കെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ വേണുവേട്ടാ, എന്താ പറ്റിയേ? പറയാൻ പോകുന്ന കാര്യം പത്മാവതി മാഡത്തിന് വിഷമാവെന്ന് എനിക്കറിയാം. പക്ഷേ ആടെ ക്ഷമയോടെ ഞാൻ പറയുന്നത് കേൾക്കണം. നമ്മൾ കരുതിയ പോലെ രാജുവും ഹൃദയ മാഡവും ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് മാഡത്തിനറിയാലോ. അതെ, ഹൃദയ മാഡത്തിന് ദീപക് സാറിന് വിവാഹം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് രാജുവും മാഡവും ചേർന്ന് നടത്തിയ നാടകമായിരുന്നു അവർ തമ്മിലുള്ള വിവാഹം. എങ്ങനെ വേണുവേട്ടാ അവർക്കിതൊക്കെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നേ? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടികളിയാണോ? എന്ത് ധൈര്യത്തിലാ അവരെന്തോർത്തിട്ട് എങ്ങനെയൊക്കെ? എന്റെ മോള്, അവളുടെ ജീവിതം സുരക്ഷിതമായൊരു കൈകളിലാണല്ലോ എന്നോർത്ത് ഞാനൊന്ന് സമാധാനിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേക്കും എന്നാലും അവര് നമ്മളെ ചതിച്ചു കളഞ്ഞല്ലോ വേണോട്ടാ. പത്മാവതി മാഡം എന്നോടും എൻ്റെ മകനോടും ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. രാജുവിനോട് ശരിക്കും അന്ന് എനിക്ക് ദേഷ്യം തോന്നിയത്. എന്ത് സാഹചര്യത്തിലായാലും ഹൃദയ മാഡത്തെ വിവാഹം ചെയ്ത് അവൻ എന്നോടും എല്ലാവരോടും നുണ പറഞ്ഞ് വലിയ തെറ്റായിപ്പോയി. പക്ഷേ സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയപ്പോ വേണോട്ട് എന്തായി പറയുന്നേ? അപ്പൊ രാജുവും രതികയും പരസ്പരം ഇഷ്ടപ്പെടുന്നു നമ്മൾ കരുതിയത്? അതെ, അത് നുണയാണ് പത്മാവതി മാഡം. രാജുവിന്റെ മനസ്സിൽ ഹൃതിക മാഡം അവന്റെ യജമാനത്തിയ. പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട വർമ്മ സാറിന്റെ മകളെ അവൻ ദൈവത്തെ പോലെ കാണുന്നു. അവർ തമ്മില് നമ്മൾ കരുത പോലെ ഇഷ്ടമില്ല. താൽക്കാലികമായ ഒരു നിലനിൽപ്പിന് വേണ്ടി അവര്. വേണോട്ടം പറയുന്ന കേട്ടിട്ട് എനിക്ക് എന്റെ തല ചുറ്റുന്ന പോലെ തോന്നുവാ. അതൊക്കെ എന്റെ മകന്റെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നണേ. ഹൃതിക മാഡത്തിന് അവനോട് ഇഷ്ടമുണ്ട്. ഹൃതിക മാഡം അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അവൻ, ഞാൻ പറഞ്ഞില്ലേ, വർമ്മ സാറിന്റെ മകളെ അവന്റെ യജമാനത്തിയായേ അവൻ കാണുന്നുള്ളൂ. എല്ലാം വർമ്മ സാറിനോട് തുറന്നു പറയാനുള്ള ശ്രമത്തിലാ രാജു. ഇല്ല വേണോട്ട, ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്. രാജു രതികയെ വിവാഹം ചെയ്തു. രാജുവിന്റെ ഭാര്യ രതിക. അങ്ങനെ തന്നെ വേണ്ടതാ ബന്ധം. അങ്ങനെ തന്നെ നിലനിൽക്കണം. അതാ വേണ്ടത്. ഇല്ല പത്മാവതി മാഡം, അവനൊരവസരം ഉണ്ടാകുക. എല്ലാം വർമ്മ സാറിനോട് അവൻ തുറന്നു പറയും. പാടില്ല. രാജുവിനോട് സംസാരിക്കണം. അവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. വേണോട്ടൻ രാജുവിനോട് സംസാരിച്ചിരുന്നോ? ഇല്ല മാഡം, വർമ്മ സാറിനോട് അവൻ സത്യം തുറന്നു പറയാൻ ശ്രമിച്ചപ്പോ ഞാൻ അറിയാതെ അവനെ തടഞ്ഞു എന്നല്ലാതെ അവനോട് ഇക്കാര്യത്തെക്കുറിച്ച് നേരിട്ട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കണം വേണോട്ട. ഋതികയുടെ ജീവിതം ഏറ്റവും സുരക്ഷിതമാവുന്നത് രാജുവിനോടൊപ്പമാണെന്ന് രാജു മനസ്സിലാക്കണം. അവന്റെ മനസ്സിലുള്ളതുപോലെ യജമാന ഭക്തി മാത്രമല്ല, എന്റെ മകളെ വിവാഹം കഴിക്കാനും അവൻ യോഗ്യനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ആര് പറഞ്ഞാലും അവൻ കേൾക്കുന്നു തോന്നണില്ല മാഡം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വേണുവേട്ടാ. നമുക്ക് അവനോട് സംസാരിക്കാം. അറിയേണ്ട കഥകളൊക്കെ അവൻ അറിയേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ജീവിതത്തിൽ നടന്നത് ഋതിക മോളുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ പാടില്ല. എന്താ രാജു ഇത്? ഒന്ന് പതിയെ ബ്രേക്ക് പിടിച്ചൂടെ? ആ, രാവിലെ തന്നെ ഓരോ കാരണങ്ങളുണ്ടാക്കി വഴക്കുണ്ടാക്കാനുള്ള പുറപ്പെടാ. വഴക്കുണ്ടാക്കാനല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. രാജു ബ്രേക്ക് പിടിച്ചപ്പോ ഞാൻ മുൻപിലേക്ക് മറിഞ്ഞത് കണ്ടില്ലേ? എന്ത് സ്പീഡിലാ രാജു വന്നത്? ഋതിക മാഡം പിടിച്ചിരിക്കണമായിരുന്നു. ഞാൻ സാധാരണ ബ്രേക്ക് പിടിക്കുന്ന പോലെ തന്നെയാ നിർത്തിയത്. എനിക്കങ്ങനെ അല്ലല്ലോ തോന്നിയത്. ആ, ബ്രേക്കിനെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് ഉണ്ടെന്നോ? ആ, അത് നന്നാക്കാതെയാണോ ഇത്രയും ദൂരം എന്നെ ബൈക്കിലിരുത്തി കൊണ്ടുവന്ന്? എന്റെ പൊന്നു മാഡം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കില്ലായിരുന്നോ? ഇതേ ഞാൻ എന്നും ഓടിക്കുന്ന ബൈക്കല്ലേ, എനിക്കറിയില്ലേ? പിന്നെ ഒരു തുക്കട ബൈക്ക്. ബ്രേക്കുമില്ല, ഒന്നുമില്ല. ദേ,
എന്നെ എന്തോണോ പറഞ്ഞോ. എന്റെ ബൈക്കിനെ പറ്റി മാത്രമൊന്നും പറയരുത്. ബൈക്കിന് പറഞ്ഞാൽ എന്താ? അതെ, വർഷങ്ങളായിട്ട് എന്നെ കൊണ്ടു നടക്കുന്ന ബൈക്കായത്. ഇതുവരെ വഴിയിൽ നിന്ന് പോവോ, എനിക്ക് പണി തരുമോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് എന്റെ സ്വന്തം അന്യനെ പോലെ. അതുകൊണ്ട് വെറുതെ എന്റെ വണ്ടിയെ കുറ്റം പറയരുത് മാഡം. എന്നെക്കാളും വലുതാണോ രാജു ഈ വണ്ടി? ഋതിക മേഡത്തെക്കാൾ വലുതോ? അതിന് ഋതിക മേഡം ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യയൊന്നുമല്ലല്ലോ. ഏയ്, രാജു, ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യയല്ലല്ലോ ഞാൻ. അപ്പൊ എങ്കിലും വലുതായിട്ട് രാജുന് പലതും കാണും. എന്നാലും എന്റെ വീടിന്റെ മുന്നിൽ വെച്ച് തന്നെ രാജുന് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ മനസ്സ് വന്നു? ആരെങ്കിലും കേട്ടിരുന്നെങ്കിലോ? കേക്കട്ടെ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞ, ഇല്ലാത്തൊന്നുമല്ലല്ലോ. എന്നായാലും സത്യങ്ങൾ എല്ലാരും അറിയാനുള്ളത് തന്നെയല്ലേ. ഇതൊക്കെ കേട്ടിട്ട് എന്റെ നെഞ്ചിനുള്ളിൽ ഇടിവെട്ടിയ പോലെയുണ്ട്. ഈശ്വര, ദൈവമേ, എന്തൊക്കെയാ രാജി പറയുന്നേ? അവര് പറയുന്ന സത്യമാണോ? ശേരട്ടാ, ഒന്ന് വന്നേ. ആ ഡോർ അങ്ങോട്ട് അടയ്ക്ക്. വാ ഇങ്ങോട്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ യാമിനി, എന്താ കാര്യം? ശേരട്ടാ, വലിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് പിന്നെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കേട്ടിട്ടെന്നെ എന്റെ തല മരവിച്ചു പോയി. നിനക്കിത് എന്ത് പറ്റി? നിനക്ക് ഹോസ്പിറ്റലിലും പോണോ? നീ ഓക്കെ അല്ലേ? ശേരട്ടാ, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെ ഓക്കെ ആവും? നീ കാര്യം പറ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നിനക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഹെൽത്ത് അതൊന്നും അല്ല ശേഖരേട്ടാ, വേറൊരു പ്രശ്ന. വേറെ എന്ത്? ശേഖരേട്ടാ, അത് ആ എന്താ യാമിനി, എന്തു പറ്റി? നിന്റെ മുഖം എന്തെങ്ങനെ വല്ലാതിരിക്കുന്നേ? അത് ചേച്ചി, യാമിനിക്ക് എന്തോ. എന്തു പറ്റി യാമിനി? ഒന്നുമില്ല ചേച്ചി. ശേഖര, പുറത്ത് നിന്നെ കാണാനേ ആരൊക്കെയോ വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ശരി ചേച്ചി. യാമിനി, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ചേച്ചി? രാജുവിന്റെയും ഋതികയുടെയും ബന്ധത്തിനെ പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യയല്ലല്ലോ ഞാൻ. എന്നായാലും സത്യങ്ങൾ എല്ലാരും അറിയാനുള്ളത് തന്നെയല്ലേ. അവരെ കുറിച്ച് ഞാനെന്ത് പറയാനാ? അവര് നല്ല ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. അങ്ങനെയല്ലേ ചേച്ചി? ചേച്ചിക്കും അങ്ങനെ തന്നെയല്ലേ തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. ഓ, നിനക്ക് അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്? എങ്കിലേ നീ ഒരു കാര്യം കേട്ടോ, അവര് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ല. ചേച്ചി എന്താ ഈ പറയുന്നേ? അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലെന്നോ? രാജു ഋതുവിന്റെ കഴുത്തിൽ താലി കെട്ടിന്ന് നമ്മളോട് ഋതു പറഞ്ഞതല്ലേ? അവരും അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത്?
നമ്മളവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ നടത്തിയതല്ലേ? ഒന്നുമല്ല യാമിനി, ഇതെല്ലാമേ വെറും അഭിനയോ. താലി കെട്ടിന്ന് പറയുന്നതൊക്കെ നുണയാ. ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞതുമേ അഭിനയമായിരുന്നു. ഇതൊക്കെ പൊളിക്കാനായി ഞാൻ നോക്കിയിരുന്നു. പക്ഷെ ദൈവമേ അവരുടെ കൂടെയാ. സത്യം ഒരു ദിവസം പുറത്തു വരും. അതിന് അമ്പിക ചേച്ചിക്ക് എങ്ങനെ അറിയൂ ഇതൊക്കെ? എന്താ ചേച്ചി, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല.